നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോകമൊട്ടാകെ ഇന്ന് യൂട്യൂബർമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ യൂട്യൂബർമാരിൽ തന്നെ എന്റർടൈൻമെന്റ് വാർത്ത ചെയ്യുന്നവരുണ്ട്, അതിൽ തന്നെ വാർത്ത മാത്രം ചെയ്യുന്നവരുണ്ട്, ഇനി അതിനുമപ്പുറം ഈ യൂട്യൂബ് വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാനായി ഉപയോഗിക്കുന്നവരുണ്ട്. ഇങ്ങനെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസക്തി ഏറെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് നാം എല്ലാം കടന്നു പോകുന്നത്. ഇങ്ങനെ നിരവധി യൂട്യൂബർമാർ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്തവർ നടത്തുന്ന യൂട്യൂബുകൾ, അതും വാർത്താ ചാനലുകൾ, അങ്ങനെ യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്തവർ നടത്തുന്ന, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത, അതായത് മഞ്ഞ പത്രക്കാരുടെ രീതിയിൽ നടത്തുന്ന ചില യൂട്യൂബർമാരും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, പലതരത്തിലുള്ള യൂട്യൂബർമാർ കേരളത്തിലുണ്ട്. നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. സാധാരണഗതിയിൽ ആൾക്കാർ ഇങ്ങനെ വരുന്ന വാർത്ത എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്കിപ്പോൾ പിണറായി വിജയനെ തെറി പറയുന്ന ഒരാളെ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് താരപരിവേഷം നൽകും. അത് പിണറായി വിജയന്റെ നിയമങ്ങളും നടപടികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമൊക്കെ പറയേണ്ടിടത്ത് അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും, അദ്ദേഹത്തിന്റെ നിലപാടുകളെ പറയേണ്ടിടത്ത് വ്യക്തിപരമായി അധിക്ഷേപിക്കാനും, വൃത്തികെട്ട ഭാഷകൾ കൊണ്ട് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്ന ചില മാധ്യമ പ്രവർത്തകർ എന്ന ലേബലിലൊക്കെ നടക്കുന്ന ചിലരുണ്ട്. അത്തരത്തിലുള്ളവരെയൊക്കെ ചില അത്തരത്തിലുള്ള യൂട്യൂബർമാരെന്ന് പറയും. അവരെ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം മാധ്യമപ്രവർത്തനം എന്താണെന്നോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള മുൻപരിചയമോ മാധ്യമപ്രവർത്തനവുമായി ഒരു ബന്ധവും ഇവർക്കുണ്ടാകില്ല. മറ്റെന്തെങ്കിലും ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ചെയ്ത ശേഷം ഒന്നും ക്ലിക്കാകാതെ വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത്. അത് നമുക്ക് അവരുടെ പ്രകടനവും അവരുടെ പ്രവൃത്തികളും അവരുടെ ഭാഷയും ഒക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ യൂട്യൂബർമാർ ചെയ്യുന്ന കെണികൾ ചില്ലറയല്ല. ഏതായാലും ഇനി ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്നൊരു സന്ദേശം നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബ് ചാനലിന് 1 കോടി രൂപയാണ് ഇപ്പോൾ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് പിഴയടക്കേണ്ടി വരുന്നത്. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് കറുപ്പർ കൂട്ടം എന്ന യൂട്യൂബ് ചാനലിനാണ് 1 കോടി രൂപ പിഴ ചുമത്തിയത്. സാത്താൻകുളത്തെ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് കറുപ്പൻ കൂട്ടം നടത്തിയ അപകീർത്തികരമായ പരാമർശത്തിനെതിരെ സേവാഭാരതി അധ്യക്ഷൻ രഘു മനോഹർ നൽകിയ മാനനഷ്ട കേസിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. സംപ്രേഷണം ചെയ്തത് പിൻവലിച്ച് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. സാത്താൻകുളത്ത് 2020 ജൂലൈയിൽ ജയരാജ്, ബെനിക്സ് എന്നീ യുവാക്കളുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലൂടെ പുറത്തുവിട്ട വാർത്തയിലാണ് സേവാഭാരതിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആരോപണങ്ങൾ തമിഴ്നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ചു. 2020 രഘു മനോഹർ മാനനഷ്ട ഹർജി നൽകിയത്. കറുപ്പർ കൂട്ടത്തിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ചെന്നൈ കിൽപോക് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് സേവാഭാരതി പരാതി നൽകി. യൂട്യൂബ് ചാനൽ നിരോധിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്നും സേവാഭാരതി ആവശ്യപ്പെട്ടു. കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികളെന്ന് ആരോപിക്കപ്പെട്ട ഫ്രണ്ട്സ് ഓഫ് പോലീസുമായി സേവാഭാരതിക്ക് ബന്ധമുണ്ട് എന്നായിരുന്നു യൂട്യൂബ് വഴി പ്രചരിപ്പിച്ചത്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് സതീഷ് കുമാർ ചാനലിനോട് വിശദീകരണം തേടിയെങ്കിലും അവർ അത് നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം നൽകാൻ വിധി വന്നത്. 2020 ജൂൺ 19 കോവിഡ് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത പി ജയരാജും മകൻ ജെ ബെനിക്സും കസ്റ്റഡിയിൽ കൊലപ്പെടുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവർ ലോക്ക്ഡൌൺ ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ അച്ഛനും മകനും ലൈംഗികാതിക്രമം അടക്കമുള്ള പീഡനവും അനുഭവിച്ചുവെന്നാണ് വിവരം. അന്നത്തെ AIDMK സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. ഈ തിരിച്ചടി നൽകേണ്ടതുമാണ്. കാരണം യാതൊരു തത്വദീക്ഷിതമില്ലാതെ, യാതൊരു കൃത്യമായ തെളിവുകളോ യാതൊരു തരത്തിലുള്ള രേഖകളും ഇല്ലാതെയാണ് പലപ്പോഴും പല വാർത്തകളും പലരും ചെയ്യുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോ ഈ ചാനലുകൾക്കൊന്നും തന്നെ ഉണ്ടാവില്ല. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും വിവരം എടുത്തു വെച്ചുകൊണ്ട് അത് വാർത്ത എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വാർത്ത ചെയ്യുന്നവരെ അത് തീർച്ചയായും മാനനഷ്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായ നിയമ നടപടി ഉണ്ടാകുക തന്നെ വേണം. എങ്കിൽ മാത്രമേ യൂട്യൂബുകാരെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ, യൂട്യൂബ് ചാനലുകളെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുന്നു.